blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത അതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ ഫാമിലി ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നല്ല കർത്താവ്, ഞങ്ങൾ ചേർന്ന് കവിയൂരിൽ നിന്നുള്ള സ്മിതമോൾ കേസിക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു ഗവൺമെൻറ് ജോലി എത്രയും വേഗം ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ മകന് നല്ലൊരു ജോലി വേഗത്തിൽ ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡമാൻസിൽ നിന്നും ഉള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ ഭർത്താവിന് നല്ല ആരോഗ്യം നൽകണമേ, രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായ വിടുതൽ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ്, ഈ 3 പേരെയും ഞങ്ങളെല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. Sharjah Blessing Festival, April 13th, 2016, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church, Main Hall, Sharjah. Dubai Blessing Festival, April 14th, 2016, Thursday. Time 7 p.m. to 10 p.m. Musalla Tower, Main Hall, near Al Fahidi Metro Station, Bur Dubai. Al Nada Blessing Festival, April 15th, 2016, Friday. Time 5 p.m. to 7 p.m. Hall number 7, first floor, near Al Mulla Plaza Building, Al Nada. സഹോദരിക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. തൻ്റെ പാസ്പോർട്ടിൽ തൻ്റെ ഭർത്താവിൻ്റെ പേര് റെജി എന്നായിരുന്നു കിടന്നത്. പക്ഷേ ഒഫീഷ്യൽ യഥാർത്ഥ നെയിം എന്ന് പറയുന്നത് വിനോദ് എന്നായിരുന്നു. അപ്പം താൻ കഴിഞ്ഞ 6 വർഷങ്ങളായി പല ഓഫീസുകളിൽ കയറി ഇറങ്ങി ഈ നെയിം ഒന്ന് പേര് മാറ്റുന്നതിന് വേണ്ടി ഓരോ ഓഫീസുകൾ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരുന്നു. പക്ഷേ അവർ പറയുന്ന പാസ്പോർട്ടിൻ്റെ ഓഫീസിൽ എന്ന് പറഞ്ഞു, ഒന്നെങ്കിൽ റെജിയുമായിട്ടുള്ള ഡൈവോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് തരണം, അല്ലെങ്കിൽ റെജിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ പേര് മാറ്റി തരുവുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷേ ഈ സഹോദരി ചെയ്തത് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ വേണ്ടി താൻ തീരുമാനിച്ചു. അതിൻ്റെ കാര്യങ്ങൾ താൻ ചെയ്തു. ഇതിൻ്റെ മെയ് മാസമാണ് താനത് ചെയ്തത്. പക്ഷേ അതിനുശേഷം കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടന്നു. ഏകദേശം സെപ്റ്റംബർ മാസത്തിലാണ് നമ്മുടെ എപ്പിസോഡ് വന്നത്. സഹോദരി പറയുന്നത് ആ എപ്പിസോഡ് വരുന്നതിന് മുൻപ് തൻ്റെ കയ്യിൽ ആ പേര് മാറ്റിയ പാസ്പോർട്ട് ലഭിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തപ്പം പേര് മാറ്റുന്ന പരിപാടി പോലും കർത്താവ് ചെയ്തു കഴിഞ്ഞു. ഇത് അതിനകത്ത് റെജി തോമസ് എന്നാണ്. 2009 എടുത്തതാ. ഓക്കെ. 2009 ഹസ്ബൻഡിന്റെ പേര് റെജി തോമസ് എന്നാണ്. ഇതിപ്പോ പുതിയ പാസ്പോർട്ടാണ്. പുതിയ പാസ്പോർട്ട്. ഇത് എനിക്ക് ജൂൺ ആയപ്പോഴത്തേന് എനിക്ക് ദൈവം എനിക്ക് തന്നു. വിനോദ് തോമസ് എന്നുള്ള പേരിൽ വന്നിരിക്കുകയാണ്. അതിനകത്ത് വിനോദ് തോമസ് എന്ന് തന്നെ അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് ചെയ്ത ഒരു വലിയ അത്ഭുതത്തിനായി കൈകൾ അടിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഇനിയും ഒത്തിരി അത്ഭുതങ്ങൾ തനിക്കുണ്ട് പറയുവാൻ. ഇതുപോലെ തന്നെ തൻ്റെ അനിയത്തിയുടെ സിസ്റ്ററിലോയ്ക്ക് UK ജോലി ആയിരുന്നു. ജോലി നഷ്ടപ്പെട്ടതിന് ഇത് റിസൈൻ ചെയ്തതിന് ശേഷം താൻ തിരിച്ച് നാട്ടിലെത്തി. പിന്നെ ജോലിക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ട് ജോലി ലഭിക്കുന്നില്ല, അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല. അവരും ചെയ്തത്, ഈ സഹോദരിയുടെ ഉപദേശപ്രകാരമാണെന്ന് തോന്നുന്നു, അവരും ചെയ്തത് ഒരു ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് അവർ സ്പോൺസർ ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ UK പോവുകയും അവിടെ ജോലി ശരിയാകുകയും ചെയ്തു. അങ്ങനെ ദൈവം ഒരു അത്ഭുതം കൂടി അവർക്ക് ചെയ്തു. ശരിയാണോ സിസ്റ്റർ പറയുന്നത്? തീർച്ചയായിട്ടും. അവരും എപ്പിസോഡ് സ്പോൺസർ ചെയ്ത്. ഞാൻ പറഞ്ഞു ഇതേപോലെ അവർക്ക് അറിയത്തില്ലായിരുന്നു, അവളവിടെ ജീവിച്ച് വളർന്ന് അവൾക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഇതേപോലെ ബ്ലെസ്സിങ് ടുഡേ ഉണ്ട്, അതിനത് സ്പോൺസർ ചെയ്യും, നിനക്ക് കിട്ടും. ഒത്തിരി വിഷമിച്ച്
ഒത്തിരി എന്തുവാ ചെയ്യണ്ടേ, എങ്ങനെ ചെയ്യണ്ടേ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതേപോലെ നീ ചെയ്യേ, ഒരു മാസത്തോളം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു, അപ്പോൾ നീ ഇതേപോലെ ചെയ്യ്, നിനക്ക് കിട്ടും. അതേപോലെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് അങ്ങ് ചെയ്തു. കയ്യിലുള്ള ചെറിയ എമൗണ്ട് വെച്ചിട്ട് ആദ്യമേ തന്നെ അതങ്ങ് ചെയ്തു. പക്ഷെ കർത്താവ് അവർക്ക് വേണ്ടി വലിയ വഴികൾ തുറന്നു കൊടുത്തു. ആ പെൺകുട്ടിക്ക് തന്നെ അതിന്റെ വിവാഹം ഉറയ്ക്കുകയും ചെയ്തു. വിവാഹം ഏകദേശം ആലോചിച്ച് പുറത്തേക്ക് ഉറപ്പിക്കത്തക്ക പോവുകയും ചെയ്തു, രീതിയിലേക്ക്. വിവാഹം ഉറക്കുകയും ചെയ്തു. കൈകളടിച്ച് കർത്താവരെ സ്തുതിച്ചാലോ. ഇനിയും അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. ഇനിയും അവരുടെ ജീവിതത്തിൽ ഈ അത്ഭുതങ്ങൾ. എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന്റെ തന്നെയാണോ? അല്ല, പ്രെയർ ലൈനിൽ വിളിച്ചതും മറ്റ് ഓക്കെ, പറയൂ പറയൂ. തൻ്റെ ജീവിതത്തിൽ ചെയ്തത്, തൻ്റെ ഭർത്താവിന് ഡെങ്കി ഫീവറായിട്ട് ഹോസ്പിറ്റലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. അങ്ങനെ വന്നിട്ട് ഇതിൻ്റെ കൗണ്ട് കുറഞ്ഞ് ഏതാണ്ട് 13,000-ൽ താഴെ കൗണ്ട് പോയി. പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ കയറ്റിയിട്ടും ഇതിന് വ്യത്യാസം വരുന്നില്ല, കൂടുന്നില്ല. ചില ദിവസങ്ങളിൽ ഇത് കൂടാതെ ഇങ്ങനെ കിടന്നിരുന്നു. ആ സമയത്ത് ഈ സിസ്റ്ററിൻ്റെ അമ്മ നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം വളരെ പെട്ടെന്ന് അത് 20,000-ലേക്ക് കൗണ്ട് കയറി. അതിനുശേഷം അങ്ങനെ കയറി കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ ഏതാണ്ട് 2.5 ലക്ഷത്തിലധികം കൗണ്ടിലേക്ക് വന്നു. ഈ സഹോദരി പറയുന്നത് ആ പ്രെയർ കോൾ സെൻറ്റർ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഫലം കൊണ്ട് മാത്രമാണ് തനിക്ക് അങ്ങനെ അത്ഭുതം കിട്ടിയെന്നാണ് പറയുന്നത്. കർത്താവിനെ സ്തുതിക്കാമോ? ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? കൈകൾ നീട്ടി അനുഗ്രഹിച്ചാൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ സഹോദരി അനുഗ്രഹിക്കുന്നു. വിശ്വാസത്തിൻ്റെ വനിതയാക്കി കർത്താവെ അങ്ങ് തീർത്തതിനായി നന്ദി പറയുന്നു. ഇനിയും ഈ വിശ്വാസം ഒട്ടും ചോർന്നു പോകാതെ കർത്താവിന് വേണ്ടി അധികമായി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ അങ്ങ് കൃപ കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Today, I'm going to speak to you about different kinds of crucifixion. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള ക്രൂശീകരണങ്ങളെ കുറിച്ചാണ്. And we heard about crucifixion first, about the Lord Jesus Christ. ക്രൂശീകരണം എന്ന് പറയുന്ന വാക്ക് നമ്മൾ ആദ്യമായി കേൾക്കുന്നത് യേശു കർത്താവിനെ കുറിച്ചാണ്. All of us, we know Jesus died on the cross for us. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത്. And when Governor Pilate sentenced Jesus for death, the Roman soldiers came and crucified him publicly on the cross of Calvary. ഗവർണറായിരുന്ന പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കപ്പെടുവാൻ വേണ്ടി വിധിച്ചപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന റോമൻ പടയാളികൾ കാൽവറിയിലെ കുരിശിൽ യേശു കർത്താവിനെ ക്രൂശിച്ചത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. But if you study the history, it was not only Jesus who was crucified. There were 2 thieves crucified, one on the left and one on the right. എന്നാൽ നമ്മൾ ചരിത്രം വ്യക്തമായി പഠിക്കുകയാണെങ്കിൽ യേശു കർത്താവ് മാത്രമല്ല അവിടെ ക്രൂശിക്കപ്പെട്ടത്. യേശു കർത്താവിൻ്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തുമായി 2 കള്ളന്മാർ കൂടെ യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു. So totally there were 3 people who were crucified. നമ്മൾ എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 3 പേരാണ് അന്നത്തെ ദിവസം അവിടെ ക്രൂശിക്കപ്പെട്ടത്. And were there only 3 who were crucified in history? ചരിത്രത്തിൽ ആകപ്പാട് ഈ 3 പേർ മാത്രമാണോ ഇതുവരെ ക്രൂശിക്കപ്പെട്ടത്? Not at all. അങ്ങനെയല്ല. Hundreds of convicts, hundreds of criminals, wicked people were crucified in those days. അന്നത്തെ കാലഘട്ടങ്ങളിൽ 100 കണക്കിന് ദുഷ്ടന്മാരായ കുറ്റവാളികളായ അങ്ങനെയുള്ള ആളുകൾ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. So instead of hanging that is prevalent today, in those days that was a mode of killing, assassinating people who were wicked, who were sentenced for death in those days according to the penal code. ഇന്ന് നമ്മൾ തൂക്കിലേറ്റുന്നത് പോലെ, ഇന്നത്തെ ശിക്ഷ വിധിക്കുന്നത് തൂക്കിലേറ്റുന്നത് പോലെ അന്നത്തെ കാലങ്ങളിൽ മരണശിക്ഷ വിധിക്കപ്പെടുന്ന ആളുകൾക്ക് അവരെ ഇതുപോലെ ക്രൂശിക്കപ്പെടുകയാണ് ചെയ്തിരുന്നത്. It was a common thing. അത് അന്ന് അവിടെ ഇരുന്ന ഒരു സർവ്വസാധാരണമായ ഒരു കാര്യമായിരുന്നു. Galatians 2:19 and 20. For through the law I died to the law so that I might live for God. I have been crucified with Christ, and I no longer live, but Christ lives in me. The life I now live in the body, I live by faith in the Son of God who loved me and gave himself for me.
ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണത്തിന് മരിച്ചു. 20-ാമത്തെ വാക്യം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താൽ അത്രേ. In this verse, we are reading that I have been crucified. Paul the apostle is saying, I have been crucified with Christ, and I no longer live, but Christ lives in me. എന്നാൽ ഈ വാചന ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. What is the meaning of this? അതിൻ്റെ അർത്ഥം എന്താണ്? It was not about crucifying his human hands and human legs using iron nails to a wooden cross. It is something beyond that. ഇത് പൗലോസ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്, പൗലോസിൻ്റെ കൈകൾ, തൻ്റെ കാലുകൾ ഒരു ഇരുമ്പിൻ്റെ ആണി കൊണ്ട് ഒരു മരത്തിൻ്റെ മേൽ ക്രൂശിക്കപ്പെടുന്നതിനെ കുറിച്ചല്ല, അതിനേക്കാൾ അർത്ഥവത്തായ മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. We are going to explore the meaning of this crucifixion. നമ്മൾ അതുകൊണ്ട് ഈ ക്രൂശീകരണത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായി പഠിക്കാൻ പോവുകയാണ്. One thing that we should understand is that we are all trying to follow Jesus. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. We want to be his disciples. നമുക്ക് എല്ലാവർക്കും യേശുവിന്റെ ശിഷ്യന്മാരായി മാറണം. Many people have different models and heroes to follow or imitate, and we have the hero of all heroes to follow, and he is the Lord Jesus Christ. ഒത്തിരി ആളുകൾക്കും അവർക്ക് പിൻപറ്റുവാൻ വേണ്ടി ഒത്തിരി മോഡലുകളുണ്ട്, ഒത്തിരി ഹീറോയുണ്ട്, ഒത്തിരി പ്രധാനപ്പെട്ട പുരുഷന്മാർ അവർ പിൻഗമിക്കുന്നവരുണ്ട്. എന്നാൽ നമുക്ക് ഹീറോമാരുടെ ഹീറോയായ ഏറ്റവും വലിയ മാതൃകയായ യേശു കർത്താവിനെയാണ് നമ്മൾ ഓരോരുത്തരും പിൻഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാലും. Verse number 19 says, for through the law I died to the law, so that I might live for God. 19-ാമത്തെ വാക്യം, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണത്തിന് മരിച്ചിരിക്കുന്നു. So when we take the two verses and analyze it and study, we can understand that number one kind of crucifixion is crucifixion to the law. നമ്മൾ ഈ രണ്ട് വാക്യങ്ങൾ എടുത്തു വെച്ച് അത് വിശദമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ന്യായപ്രമാണത്തിന് മരിക്കുക എന്ന് പറയുന്ന ക്രൂശീകരണമാണ്. Hallelujah. Hallelujah. So if you are taking down notes, write number one, crucifixion to the law. അത് നിങ്ങൾ നോട്ടുകൾ എഴുതിയെടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒന്നാമത്തെ പോയിന്റായി നിങ്ങൾ എഴുതിയെടുക്കുക, ന്യായപ്രമാണത്തിനോട് ക്രൂശിക്കപ്പെടുക. What is the meaning of this? അതിന്റെ അർത്ഥം എന്താണ്? When you read the Bible, ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുകയാണെങ്കിൽ from the beginning God started to give them sets of rules. ബൈബിളിന്റെ ആരംഭം മുതൽ നമുക്ക് കാണുവാൻ കഴിയും ചില നിയമങ്ങൾ, നിയമത്തിന്റെ കൂട്ടങ്ങൾ ദൈവം ഓരോ മനുഷ്യർക്ക് കൊടുക്കുവാനിടയായി. Chapter 20 God gave them 10 commandments. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം നമ്മൾ കാണുകയാണെങ്കിൽ ദൈവം അവർക്ക് 10 കൽപ്പനകൾ കൊടുത്തു. And after that so many other commandments. അതിനുശേഷം കൂടുതലായുള്ള കൽപ്പനകൾ ദൈവം അവർക്ക് കൊടുത്തു. So if you count all the rules and regulations given by Moses, it comes to 613 around. നമ്മൾ ഈ മോശയിലൂടെ ദൈവം മനുഷ്യർക്ക് കൊടുത്ത ഈ കൽപ്പനകൾ മൊത്തം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് 613 കൽപ്പനകളുണ്ട്. So there are so many rules and regulations. അവിടെ ഒത്തിരി നിയമങ്ങൾ, നിയമസംഹിതകൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. The problem was that when there were more laws, there were more violations. ഒത്തിരി നിയമങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ നിയമ ലംഘനവും കൂടുതലായി കാണുവാൻ അവിടെ വരികയാണ്. So human beings became so sinful, violating the commandments of God. അങ്ങനെ മനുഷ്യന്മാരെല്ലാവരും പാപം ചെയ്യാൻ തുടങ്ങി, ദൈവത്തിന്റെ കൽപ്പനകൾ അവർ ഓരോരുത്തരും ലംഘിക്കുവാൻ തുടങ്ങി. And when we study the Bible, there are different laws written.
നമ്മൾ ബൈബിൾ വായിക്കുകയാണെങ്കിൽ വിവിധ തരത്തിലുള്ള കൽപ്പനകൾ അവിടെ Number പ്രതിപാദിക്കുന്നു. 1 is the law of God. അത് ഒന്നാമത്തെ കൽപ്പനമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണമാണ്. Romans chapter 7 and verse number 14. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന്റെ 14-ാമത്തെ The വാക്യം. second kind of law is the law of the mind. രണ്ടാമത്തെ രീതിയിലുള്ള നിയമം ഇതാണ് മനസാക്ഷിയുടെ നിയമം അല്ലെങ്കിൽ മനസ്സിന്റെ നിയമം. In other words, that is the law written in our conscience. അത് നമ്മുടെ മനസാക്ഷിയിൽ എഴുതപ്പെട്ട ഒരു നിയമമാണ്. First one is the law of God. ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണമാണ്. The Bible says it is a spiritual thing. അത് ഒരു ആത്മീകമായ ഒരു കാര്യമാണ്. The second thing is the law of the mind. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മനസ്സിന്റെ നിയമമാണ്. It is written in the conscience. അത് എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മനസാക്ഷിയിലാണ്. Romans chapter 7 verse number 23. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിലാണ്. Third law is the law of sin. മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് പാപത്തിന്റെ നിയമമാണ്. Romans chapter 23 and 25. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന്റെ 23-ഉം 25-ഉം The വാക്യങ്ങൾ. Bible says this law is a carnal law. ഇത് ബൈബിൾ ഇത് പറയുന്നത് ഈ നിയമം എന്ന് പറയുന്നത് ജഡീകമായ നിയമമാണ്. And the last one, number 4, is the law of the spirit of life. നാലാമത്തെ അവസാനത്തെ നിയമം എന്ന് പറയുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ്. Romans chapter 8 and verse number 2. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. Why am I sharing all these things? എന്തിനാണ് ഞാൻ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത്? Because the Bible says, my people perish because of the lack of knowledge. ബൈബിൾ പറയുന്നു എന്റെ ജനം അറിവില്ലാത്ത നിമിത്തം ജ്ഞാനമില്ലാത്ത നിമിത്തം അവർ നശിച്ചു പോകുന്നു എന്നാണ്. If you don't know this, you will perish. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകുവാനിടയായി തീരും. And the law of the spirit of life is because of God's grace towards us. ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ദൈവത്തിന്റെ കൃപ നിമിത്തമാണ് നമുക്ക് ലഭിക്കുന്നത്. You can read about that in Romans chapter 8 and verse number 2. ഇത് നിങ്ങൾക്ക് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 2-ാമത്തെ ഭാഗത്ത് നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയുന്നതാണ്. Hallelujah. ഹല്ലേലൂയ. Paul says, I am crucified with Christ. പൗലോസ് ഇവിടെ പറയുന്നത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. What is the meaning of this? എന്താണ് ഇതിന്റെ അർത്ഥം? He says, I died to the law, verse number 19, Galatians 5:19. I died to the law so that I might live for God. That means he was crucified to the law. അവിടെ കാണുന്നത് ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്തിനു മരിച്ചു എന്നാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹം ന്യായപ്രമാണത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. So in very, very simple terms, let me explain this to you. ഇത് വളരെ ലളിതമായ വാക്കുകളിൽ ഞാൻ നിങ്ങളോട് ഇത് പറയട്ടെ. In the Old Testament, everyone had the law of God. പഴയ നിയമം നമ്മൾ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവർക്ക് നൽകപ്പെട്ട ന്യായപ്രമാണം ഉണ്ടായിരുന്നു. Even today, we learn about the 10 commandments. എന്നാൽ ഇന്നും നമ്മൾ ഈ 10 കൽപ്പനയെ പറ്റി വായിക്കാറുണ്ട്. And other commandments. അതുകൂടാതെ മറ്റ് അനവധി കൽപ്പനകളുണ്ട്. But in the whole, the millions of people living on earth who lived in the history and today on earth, all of them violated the commandment of the law, commandment of God. എന്നാൽ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ലോകത്തിൽ വന്ന് പിറന്നിട്ടുള്ള ഈ ഒത്തിരി ലക്ഷക്കണക്കിന് ആളുകൾ അവരെല്ലാവരും ഈ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ അവർ ധിക്കരിക്കുകയും പാപം ചെയ്യുകയും ചെയ്തു. All of us, we became sinners. അങ്ങനെ എല്ലാവരും തന്നെ പാപികളായി മാറി. So what is the solution? അതിന്റെ പരിഹാരം എന്താണ്? We don't have any solution. നമുക്ക് ആർക്കും അതിന്റെ പരിഹാരം കണ്ടെത്തുവാൻ കഴിയില്ല. Jesus had a solution. എന്നാൽ യേശുവിന് അതിനൊരു പരിഹാരമുണ്ട്. What was the solution? എന്താണ് യേശു നൽകുന്ന ആ പരിഹാരം? Jesus became a man like us. യേശു കർത്താവ് നമുക്ക് വേണ്ടി ഒരു മനുഷ്യനായി തീർന്നു. Hallelujah. ഹല്ലേലൂയ. He started to obey all the law. യേശു കർത്താവ് ആ ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കുവാൻ തുടങ്ങി. Hallelujah. ഹല്ലേലൂയ. Without any shortcoming, completely he fulfilled the law for us on behalf of us. യേശു കർത്താവ് ഒരു അപാകതകളും ഒരു ന്യൂനതകളും കൂടാതെ ആ ന്യായപ്രമാണം മുഴുവനായി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അനുസരിച്ചു തീർത്തു.
Shall we lift our hands and thank Jesus? കൈകൾ ഉയർത്തിക്കൊണ്ട് യേശുവിന് നന്ദി പറഞ്ഞാലും, Thank you, Jesus. യേശുവേ നന്ദി എന്ന് പറഞ്ഞാലും, Because Jesus came and fulfilled the law for us. കാരണം യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ആ ന്യായപ്രമാണത്തെ മുഴുവൻ അനുസരിച്ച് തീർത്തു. And today, when we believe in Jesus, ഇന്ന് നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ God the Father sees us in Jesus Christ. നമ്മളെ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം കാണുന്നത് നമ്മൾ യേശുവിൽ ആയിരിക്കുന്നത് പോലെയാണ്. Hallelujah. ഹല്ലേലൂയ. If Jesus fulfilled the law, we have also fulfilled the law. യേശു കർത്താവ് ന്യായപ്രമാണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതിനനുസരിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ, നമ്മളും ന്യായപ്രമാണങ്ങൾ അനുസരിച്ചിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Sharjah Blessing Festival, April 13th, 2016, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church, Main Hall, Sharjah. Dubai Blessing Festival, April 14th, 2016, Thursday. Time 7 p.m. to 10 p.m. Musalla Tower, Main Hall, near Al Fahidi Metro Station, Bur Dubai. Al Nada Blessing Festival, April 15th, 2016, Friday. Time 5 p.m. to 7 p.m. Hall number 7, first floor, near Al Mulla Plaza Building, Al Nada. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് വരുന്നു. സൗഖ്യമാക്കുവാൻ അങ്ങയുടെ കൈകളിപ്പോൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ രോഗസൗഖ്യം. രോഗം എന്താണെങ്കിലും, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, പഴക്കമുള്ളതാണെങ്കിലും പുതിയതാണെങ്കിലും, കണ്ടുപിടിക്കപ്പെട്ടതാണെങ്കിലും ഇല്ലെങ്കിലും, മരുന്നുള്ളതാണെങ്കിലും മരുന്നില്ലാത്തതാണെങ്കിലും, യേശു കർത്താവിൻ്റെ കരം ഇപ്പോൾ തന്നെ ആ രോഗ അവസ്ഥകളിലേക്ക് ചെന്ന് സൗഖ്യമാക്കുന്നതിനാൽ നന്ദി പറയും. ഞാനിത് പറയുന്ന സമയത്ത് ഭവനത്തിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ ചില ട്യൂബുകളെല്ലാം ഫിറ്റ് ചെയ്ത് വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം നടക്കട്ടെ. താങ്ക് യു ജീസസ്. ഇപ്പോൾ തന്നെ നടക്കട്ടെ. വളരെ സിവിയർ ആയിട്ടുള്ള അലർജിയുള്ള പലരെയും കർത്താവ് സൗഖ്യമാക്കുന്നു. അത് ഫുഡ് കഴിക്കുമ്പോഴാകാം, ഡസ്റ്റ് അലർജി ആകാം, സോപ്പോ ഡിറ്റർജൻറ്റ് പൗഡറുകൾ ഉപയോഗിക്കുമ്പോഴുള്ളതാകാം, മരുന്ന് കഴിക്കുമ്പോഴുള്ള അലർജിയോ റിയാക്ഷനോ ആകാം. യേശുവിൻ്റെ നാമത്തിൽ അപ്രകാരമുള്ളതെല്ലാം ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഗ്ലോക്കോമ, കണ്ണുകളെ ബാധിക്കുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാട്രാക്ട് സൗഖ്യമാകട്ടെ. ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് യേശുവിൻ്റെ നാമത്തിൽ കറക്റ്റഡ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, തൈറോയിഡ് സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹെപ്പറ്റൈറ്റിസ് ബി, സി തുടങ്ങിയ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഓസ്റ്റിയോപൊറോസിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഒരു സർജറി ഫിക്സ് ചെയ്തിരിക്കുന്ന പലരും, നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ആ സർജറി വേണ്ടാത്ത രീതിയിൽ കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. ഒത്തിരി പേർക്ക് സംഭവിച്ചു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം നടക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. മിനി എന്നു പേരുള്ളൊരു സഹോദരി, ഈ നെഞ്ചിനും വയറിനും ഇടയ്ക്കുള്ളൊരു ഭാഗത്ത് ഒരു പ്രത്യേക ഓപ്പറേഷൻ വിധേയമാകേണ്ട ആ സഹോദരി കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ശരീരത്തിൽ ചില ഫ്ലൂയിഡുകൾ കെട്ടിക്കിടക്കുന്ന മറ്റൊരു വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ഫ്ലൂയിഡ് എടുത്ത് സക്ക് ചെയ്ത് കളയുന്നു. എന്നാൽ ഇനി ആ ഫ്ലൂയിഡ് കളക്ഷൻ ഇല്ലാത്ത രീതിയിലൊരു സൗഖ്യം ഇപ്പോൾ അവിടെ നടക്കട്ടെ. തലച്ചോറിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. സ്ട്രോക്ക് വന്ന ശേഷം ശരീരത്തിൽ പ്രയാസങ്ങളുള്ള വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. രഞ്ജിത എന്നു പേരുള്ളൊരു സഹോദരി, രഞ്ജിത, ബ്ലീഡിംഗ് മൂലം പ്രയാസപ്പെടുന്ന സഹോദരി ഇപ്പോൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം.
താങ്ക് യു ലോർഡ്. ശരീരത്തിലെ ചില ഗ്രോത്തുകൾ കർത്താവ് എടുത്തു കളയും, ചില വ്യക്തികളിൽ നിന്ന് അത് മാറിപ്പോട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് വിടുതൽ കൊടുക്കണം. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് നിങ്ങളെ 2 കൈകളും നീട്ടി നിങ്ങളുടെ വിഷയം യേശുവിനോട് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ മെൻ്റൽ ഇൽനെസ്, മാനസിക രോഗത്തിന് മരുന്ന് നാളുകളായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ പിടിവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതലുണ്ടാകട്ടെ. അപസ്മാരം സൗഖ്യമാകട്ടെ, ഫിക്സ് സൗഖ്യമാകട്ടെ. കർത്താവെ ആ വിടുതലങ്ങ് നൽകിയതിനാൽ നന്ദി. അതുപോലെ ദുശീലങ്ങളിൽ നിന്ന് പലരെയും കർത്താവ് പുറത്തെടുക്കുന്നു. മദ്യപാനം, പുകവലി, ഡ്രഗ്സ് ഇതെല്ലാം മാറിപ്പോട്ടെ. ദാമ്പത്യ വിഷയങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രയാസങ്ങളെ കർത്താവ് എടുത്ത് മാറ്റുന്നു. കർത്താവ് കൊടുക്കുന്ന വിടുതലുകൾക്കായി നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന ഷാർജയിലാണ്, നാളെ ദുബൈയിലാണ്. തീർച്ചയായും ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ സംബന്ധിക്കാൻ കഴിയുന്ന മിഡിൽ ഈസ്റ്റിലുള്ളവർക്കെല്ലാം വന്ന് സംബന്ധിക്കാം. ഗോഡ് ബ്ലെസ് യു. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ, പുസ്തകങ്ങൾ ലഭിച്ചിട്ടില്ലാത്തവർക്ക് നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിക്കാം. വെബ്സൈറ്റ് സന്ദർശിക്കുക. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ.